രേണുവിനെ വെച്ച് വീഡിയോ ചെയ്ത ഇപ്പൊ സായി സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ആള് 48 വീഡിയോ രേണു സുധിനെ വെച്ച് ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിന് ഒരു നിശ്ചിത തുക രേണുവിന് കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇല്ല, എനിക്ക് അതിനെ പറ്റി ആക്ച്വലി ഒന്നും പറയാനില്ല. എനിക്കത് കണ്ടപ്പം ലൈക്ക് സത്യം പറഞ്ഞ നോ കമന്റ്സ്. ചിലര് വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോ അത് കണ്ടപ്പോ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ചു? എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത പ്രാന്തായതാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷെ ഇപ്പൊ ഞാനത് പറയാൻ പാടില്ല, എന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. അതിന് പക്ഷെ ഞാൻ കേൾക്കാത്ത പഴികളില്ല. ജനങ്ങളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ചീത്ത കേൾക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഫസ്റ്റ് ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോ വന്നത് ഞാൻ കണ്ടത് ഭയങ്കര കരച്ചിലാണ്. അയ്യോ, ഒടുക്കത്തെ കരച്ചിൽ. അതിന് കമന്റ് ബോക്സ് ഫുള്ള് ലക്ഷ്മി നക്ഷത്രക്കെതിരായിരുന്നു. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. ഇവൾ ഈ വന്ന് കാണിക്കുന്ന കണ്ണീരും ഈ വന്ന് ഒലിപ്പിക്കുന്ന ഈ സ്നേഹമൊന്നും അല്ല സുധി ജീവിച്ചിരുന്നപ്പോൾ റിയൽ ലൈഫിൽ ഇവള് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇവളിതൊന്നും അല്ല. ഇവള് നാട്ടുകാരെ കുറച്ച് നാളായി പറയണമെന്ന് വിചാരിച്ചിരുന്ന കുറെ കാര്യങ്ങൾ ഞാനിപ്പോ ഇവിടെ വെച്ച് പറയാൻ പോവുകയാണ്. നിങ്ങളിതൊരു പെർഫ്യൂമിന്റെ കാര്യം മാത്രം പറഞ്ഞിട്ടാണ് ഈ ഓൺലൈൻ ചാനലുകാരോട് സംസാരിച്ചത്. ഇവിടെ പെർഫ്യൂം കൊടുത്തതിനല്ല, മനസ്സിലായോ? അതിനല്ല നിങ്ങൾക്ക് ക്രിറ്റിസിസം കിട്ടിയത്. നിങ്ങൾ ഈ റൂട്ട് മാറ്റി വിടല്ലേ ലക്ഷ്മി നക്ഷത്ര. നിങ്ങൾ അവിടെ ചെന്ന് സ്ലോ മോഷനിൽ അവരെ കണ്ണീര് സൂം ചെയ്യുന്നു, 4 ആംഗിളിൽ 4 ക്യാമറ വെക്കുന്നു, അതിനൊരു എഡിറ്റിംഗ് പാറ്റേൺ ഉണ്ടാക്കുന്നു. വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ വൈറ്റിപ്പഴം. ഈ സാധനം നിങ്ങൾ ലൈക്ക് നിങ്ങളത് കോണ്ടന്റ് ആക്കി ആ സാധനം വിൽപ്പനയാണ് എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്തത്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. മില്യൺ അടിക്കുന്നു, ട്രെൻഡിങ് കൊണ്ടുവരുന്നു. മില്യൺ അടിക്കുന്നു, ട്രെൻഡിങ് ആണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. എവിടെ? സ്വന്തം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊണ്ടുപോയിടുകയാണ്. യെസ്, ട്രെൻഡ് നമ്പർ 1. ഇതിവിടെ അക്രോസ് ഓൾ ദ പ്ലാറ്റ്ഫോംസ്. അത് നല്ലതാ. പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. യെസ്, സുധിക്ക് പെർഫ്യൂം. യെസ്, സുധിച്ചാൻ്റെ വീട്. യെസ്, രേണു സുധിക്ക് അറിയുന്നു. യെസ്, ട്രെൻഡിങ് നമ്പർ 1. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഇപ്പം ഈ വീട്ടിൽ പോയി കണ്ട വ്യക്തി അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട വ്യക്തികൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യാനില്ല, അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു തന്നെ ചെയ്യണം. ഇത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. കാലം ഒന്നും അറിയിക്കാതെ ചെയ്ത പോലെ അയ്യൻ്റെ പൊന്നെ അത് പറയല്ലേ. ഇത്രകാലം ചെയ്ത എല്ലാ നന്മകളും നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് ക്രിറ്റിസിസം കിട്ടിയത് നിങ്ങളുടെ ഈ പറഞ്ഞ ഓവർ എക്സ്പ്ലോയിറ്റേഷനാണ്. എക്സ്പ്ലോയിറ്റ് ചെയ്തു നിങ്ങൾ.